പേര് ഓണത്തുമ്പിക്ക് ഒരു ഊഞ്ഞാലവും കൊണ്ട് ഇറക്കിയ റംസാൻ. ഇതിന് ഈ ജാതി മതമൊന്നുമില്ല. ഓണത്തുമ്പി റംസാൻ എന്തോ പറക്കൂല്ലേ? പറ്റൂലെന്നുള്ള തെളിഞ്ഞ് ഇത് അതിനേക്കാളും വലുത് ഇന്റർവെൽ വരെ സഹിച്ചിരുന്നവന് അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ സ്വീകരണം കൊടുത്തു. ഇന്റർവെല്ലിന് വരെ ഇരുന്ന് കണ്ടില്ലേ, നീയെങ്കിലും ഇന്റർവെല്ലിന് വരെ ഇരുന്ന് കണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരുത്തന് സ്വീകരണം കൊടുത്തു. ആ വലിയ സ്വീകരണം. അത് മലയാള സിനിമയിലെ കോക്കസ് കളിയാണ് സാർ. എന്റെ സിനിമ എന്നെയും എന്റെ സിനിമയും മലയാള സിനിമ വളർത്തിക്കൊണ്ടുവരില്ല. അതിന് പ്രത്യേക കോക്കസ് ഉണ്ട് ഇവിടെ. അവരാണ് ഇവിടെ ആ പടത്തിന് ഒരു വാലും തുമ്പും ഇല്ലെന്നാണ് പറഞ്ഞത്. ആകെ പടം നീറ്റായിട്ട് കാണിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം ആ പടത്തിൽ ഏതെന്ന് എനിക്കറിയാം. അതെല്ലാരും പറഞ്ഞു നീറ്റായിട്ട് കാണിച്ചതെന്നറിയാം. സെൻസർ സർട്ടിഫിക്കറ്റ് അത് നീറ്റായിരുന്നു. അതിനുശേഷം മൂക്കിന്റെ ഇവിടെ വെച്ച് ആർട്ടിസ്റ്റ് വരിക, പകുതി കാണുക, ഇങ്ങനെ ന്യൂ ജനറേഷൻ പോലും മനസ്സിലാക്കാൻ ആർക്കും പറ്റുന്നില്ല. കണ്ണ് കണ്ടാ മൂക്കില്ല, മൂക്ക് കണ്ട എന്ത് ചെയ്യും കൊച്ചേ? ഇവരുടെയൊക്കെ ഈ പടത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവസാനം അടൽ സൊള്ളി വാങ്ങിക്കും. അങ്ങനെയാണെങ്കിൽ എടാ ഒരു കാര്യമുണ്ട്, ഈ പടം സാറ്റലൈറ്റ് ബിസിനസ് ആവുമെന്ന് നീ ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് തുടരാം. ഇല്ലെങ്കിൽ സാറേ 100% ഞാൻ ഉറപ്പ് തരുള്ളൂ. ശരി, എങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ വിളിച്ച് അവരെനിക്ക് ഉറപ്പ് തരാം. ഏതെങ്കിലും ഒരു ചാനലിൽ വിളിച്ച് നീ ഒന്ന് വിളി. ഏതെങ്കിലും ഒരു ചാനൽ ഞാൻ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അഡ്വാൻസ് തന്നാ മതി. വേണ്ട, അഡ്വാൻസും വേണ്ട, കാശ് എടുത്തോളാന്നൊരു ഉറപ്പ് തന്നാ മതി. ബെല്ലുണ്ട്. ഹലോ ഹലോ, ഡിക്രൂസാ ഡയറക്ടർ ഡിക്രൂസ് എന്ന് പറയാം. 100 ഡിക്രൂസ് ഇല്ലേ? ഡയറക്ടർ ഡിക്രൂസ് ആണ്. അയ്യോ കട്ടാക്കി. തകരാറ് കാരണം കട്ടായി പോയതായി. ഡയറക്ടർ എന്ന് പറയുന്നവർ കേട്ട് കേട്ടോ, അതാ കട്ട്. ഒന്നുകൂടെ വേറെ ഏതെങ്കിലും ചാനലൊന്ന് വിളിച്ചു നോക്കും. വേറെ ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ കട്ടാക്കി പോട്ടെ. അപ്പൊ നീ ഡെയിലി വിളിച്ചതേപോലെ അത് കാല് വിളിക്കുന്നുണ്ട്. അതാണ് ശല്യം സഹിക്കവയാതാണ് അവർ കട്ടിയിരിക്കുന്നത്. ഹലോ, ഞാനാ ഡിക്രൂസാ. സാറ്റലൈറ്റ് നമ്മുടെ പടത്തിന് എന്തോ ആയി? നമസ്കാരം. ഡിക്രൂസിന്റെ പടത്തിന്റെ പ്രൊഡ്യൂസറാണ് അബ്കാരി അംബുജാക്ഷൻ. ഞാൻ വന്നിരുന്നു ചാനലില്. തെറി വിളിക്കേണ്ട കാര്യം എന്താ? ഞാനെന്ന് നിനക്കറിയാം. നീ ഡിക്രൂസ് ആണെന്ന് വിചാരിക്കരുത്. എന്റെ അച്ഛനെ വിളിക്കാൻ നീ ആര്? കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിക്കാൻ ഈ രീതിയിലാണ് സംസാരിക്കേണ്ടത്. തന്തയ്ക്ക് വിളിക്കുന്ന എവിടുത്തെ സംസ്കാരമാണാ? ഇത് നിന്റെ അമ്മായി അപ്പന്റെ അപ്പൂപ്പന്റെ. അതേടാ, എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ പടം എടുത്തത്. അതെ അതെ അതെ, ഞാൻ ഊളംപാറ അഡ്മിറ്റ് ആയിക്കോളാം. നിന്നെ ഞാൻ കുതിരവട്ടത്താക്കോടാ നായേ. കട്ട് ചെയ്തു വിളിച്ച ചെറിയ വിളിച്ചു. അവൻ പറഞ്ഞ നീ കേട്ടാ? എടാ വിവരം കെട്ട അബ്കാരി തൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയണം ഈ പടം വേണ്ടാന്ന്? നിനക്ക് തലയ്ക്ക് അസുഖമുള്ളതുകൊണ്ടല്ലേ ഡിക്രൂസിനെ വെച്ച് പടം എടുത്തെന്ന് ചോദിക്കുക. നാണം കെട്ടില്ലേ ഞാൻ? നീ എന്ത് പറഞ്ഞു? എടുത്തോളാം, അടുത്ത ആഴ്ച എടുത്തോളാന്ന്. അപ്പൊ ഇതാണ് നിന്റെ അഭ്യാസം, കള്ളം പറയാ. ഇവിടെ നേരെ വാ നേരെ പോകുന്നുള്ളതിന് ഒരു വിലയുണ്ട്. ഞാൻ അടിക്കുന്ന പല്ലളൊക്കെ ഞാൻ പറഞ്ഞു. നീ അന്നെന്തെല്ലാം പറഞ്ഞു ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് എവിടെ തിയേറ്ററിൽ ആരും വന്ന് ക്യൂ നിൽക്കുന്നത് നീയല്ലേ പറഞ്ഞു? കൽക്കട്ടയിൽ നിന്ന് ആൾക്കാർ വരും അവിടുത്തെ തിയേറ്ററിൽ നമ്മുടെ പടത്തിന് വേണ്ടി അഡ്വാൻസും കൊണ്ട് എവിടെയാണ്? സാധാരണ മലയാള പടത്തിനൊക്കെ അങ്ങനെയാണ്. ഇത് സാധാരണ പടമല്ലേ? ഇത് സാധാരണ പടമല്ല, 8 നിലയെ പൊട്ടാപോണ പടം. കരുനാവ് ഉപയോഗിക്കല്ലേ? പിന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ? നാണം കെട്ടില്ലേ? ഡിക്രൂസിനെ വെച്ച് പടം എടുക്കണം എന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള പിള്ളേര് എന്റെ വീട്ടിൽ ഒന്ന് കല്ലെറിഞ്ഞിട്ട് പോയി. കഥയൊക്കെ നല്ലതാണല്ലോ, പിന്നെന്താ പ്രശ്നം? എനിക്കറിഞ്ഞൂടാ, അവര് കല്ലെടുത്തെറിഞ്ഞിട്ട് പോയി. ഇതാണ് കാരണം പിന്നീടല്ലേ അറിഞ്ഞത്. എനിക്കൊരു അബദ്ധം പറ്റി. എൻ്റെ വീട്ടിൽ ആ സമയത്ത് ഞാൻ 2 എണ്ണം അടിച്ചുകൊണ്ടിരുന്നു. നിങ്ങളെല്ലാം കൂടെ കയറി വന്നപ്പോൾ ഞാൻ വല്ലാത്ത ഒരു ലോകത്തിലായി. അന്ന് സമ്മതിച്ചു. അന്ന് അവൻ്റെ വാചകം സാറ്റലൈറ്റ് ബിസിനസ് പോകും, നിന്റെ വാചകം ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ വരും, കൽക്കട്ടയിൽ നിന്ന് ആൾക്കാർ വരും. അങ്ങനെ ഓരോ സംഭവം കേട്ടപ്പോൾ ഞാൻ ആ പടം സത്യം പറഞ്ഞ ഒരു വല്ലാത്ത രീതിയിലായിപ്പോയി. അങ്ങ് അഡ്വാൻസ് തന്നെ മാന്യമായിട്ടുള്ള അഡ്വാൻസ് തന്ന. ഇതുവരെ ലൊക്കേഷനിൽ തിരിഞ്ഞു നോക്കിയാ ഇല്ല. എനിക്ക് ഓരോ കാര്യങ്ങളും ഇതേപോലെ എനിക്ക് വിസ്തരിക്കണം. ഇതവിടെ നിൽക്കണം.